ചേട്ടാ, അപ്പം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പിണറായി വിജയൻ നമ്മുടെ സാറിന് മുഖ്യമന്ത്രിക്ക് അസുഖം മൂർച്ഛിച്ചതായിട്ട് ചില വാർത്തകളൊക്കെ കേട്ടു. അദ്ദേഹം മൊത്തത്തിൽ അവശനാണ്. ഇപ്പോഴത്തെ ഒരു കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവും അവശനാണ് എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അസുഖത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നൊരു കാര്യം മയോ ക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ, നമ്മളുടെ സഖാക്കളുടെ ഭാഷയിൽ ബൂർഷ്വാ, നമ്മുടെ അമേരിക്ക എന്ന് പറയുന്നത് ബൂർഷ്വാ രാജ്യമാണ്. അവർ ഇഷ്ടപ്പെടുന്നത് പോളണ്ടിനെയും ചൈനയെയുമാണ്. അതെ. പക്ഷേ നമ്മുടെ കേരളത്തിലെ ലോകോത്തര നിലവാരമുള്ള നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾ എന്നൊക്കെ നമ്മളുടെ വീണ ജോർജ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറയുന്ന ലോകോത്തര നിലവാരമുള്ള നമ്മുടെ ചികിത്സ വേണ്ട എന്ന് വെച്ചിട്ട് നമ്മുടെ പിണറായി വിജയൻ പോയിട്ട് ചികിത്സിക്കുന്നത് മയോ ക്ലിനിക്കിലാണ്. അപ്പോൾ മയോ ക്ലിനിക്കിനെ പറ്റിയിട്ടൊരു വീഡിയോ കാണാനിടയായി. മയോ ക്ലിനിക്കിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു 1890 ആരംഭിച്ച ഒരു ഹോസ്പിറ്റലാണത്. ശരിക്കും ഒരു വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു അവസാന വാക്ക് തന്നെയാണ് മയോ ക്ലിനിക്ക്. ഒരു രോഗിയെ സംബന്ധിച്ച് ഹോപ്പ് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിൽ മയോ ക്ലിനിക്കിൽ എത്തിയാൽ രക്ഷപ്പെടും എന്നുള്ളത് അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ കോടികൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതെ, അദ്ദേഹത്തിന് പ്രശ്നം എന്ന് വെച്ചാൽ ഖജനാവിൽ കാശുള്ളിടത്തോളം അദ്ദേഹത്തിന് പ്രശ്നം. അദ്ദേഹം ചികിത്സിച്ചോട്ടെ. പക്ഷേ അത് ഒരു സമയത്ത് CPM എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പാർട്ടി ആയിരുന്നു. പക്ഷേ നമ്മുടെ പൊതു ഖജനാവിലെ സമ്പത്തും CPM-ന്റെ സമ്പത്തും രണ്ടാണല്ലോ. ഏതായാലും മയോ ക്ലിനിക്കിനെ പറ്റിയിട്ടൊരു ചെറിയ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ, മയോ ക്ലിനിക്ക് നമ്മുടെ അമിതാഭ് ബച്ചനെ പോലെയുള്ള സെലിബ്രിറ്റീസ്, നമ്മുടെ ഇന്നസെൻസ് സാറ് ചികിത്സിച്ചത് അവിടെയാണ്. അതുപോലെയുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് കാശുകാരായിട്ടുള്ള ആൾക്കാർ, സെലിബ്രിറ്റീസ് പോകുന്നൊരു ഹോസ്പിറ്റലാണ്. പ്രത്യേകിച്ച് CPM-ന്റെ നമ്മുടെ CPM നേതാക്കളും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ചികിത്സിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവർ കോടിപതികളാണോ എന്ന് ചോദിച്ചാൽ പുറമേ തൊഴിലാളി വർഗ പാർട്ടിയുടെ അണികളാണ്. പക്ഷേ അവരെ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു അവർക്ക് എവിടെ വരെ അവരുടെയൊക്കെ ചികിത്സകൾ നമുക്ക് ഇതുപോലെ കേരളത്തിലൊന്നും ചികിത്സിക്കാൻ അത്ര പാവപ്പെട്ടവരല്ല. അവർ നമ്മൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ്. ഇപ്പോൾ സഹാക്കളൊക്കെ കൊണ്ടു കിടക്കുന്നത് ലാപ്പും ടാബും ഒക്കെയാണ്. പിന്നെ അമേരിക്ക ബൂർഷ്വാ രാജ്യമാണ്, ആയുധ കച്ചവടം ചെയ്യുന്ന രാജ്യമാണ് എന്ന് പറയുന്നു. അമേരിക്കയിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അമേരിക്കയെ തള്ളി പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെയും പിണറായി വിജയന്റെ മകൻ എവിടെയാണ് അതാണ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ എത്തി കിട്ടി. എങ്ങനെ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് കലൂർ ഒരു ബാങ്കിൽ വന്നിട്ട് വിദ്യാഭ്യാസ ലോൺ എന്ന് പറഞ്ഞിട്ട് വന്നതും അന്ന് അവിടെ നിന്ന് ലോൺ എടുത്തതും അതിൻ്റെ കഥകളൊക്കെ നമ്മൾ ഇതിനു മുന്നേ പുറത്ത് വിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് ഇപ്പം അധികം പോകുന്നില്ല. എന്തായാലും മയോ ക്ലിനിക്കിനെ വെച്ചിട്ട് നോക്കുമ്പോൾ, മയോ ക്ലിനിക്ക് ശരിക്കും ഡോക്ടർമാരുടെയൊക്കെ ഒരു സ്വപ്നം തന്നെയാണ്. അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ് മയോ ക്ലിനിക്ക്. അപ്പം മയോ ക്ലിനിക്ക് പോലൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പോകുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും അവശനായിരിക്കണം അദ്ദേഹം. പക്ഷേ ഇവിടെ എനിക്ക് അടുത്തിടെയല്ല, 2022 അവസാനമായിട്ട് പോയിട്ടുള്ളതെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് സംശയം വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 4 തവണയാണ് അദ്ദേഹം ഇപ്പോൾ പോയിട്ടുള്ളത്. ഈ ഒരു റീസെൻ്റ് ആയിട്ട് പുള്ളിക്കാരൻ പോയിട്ടുള്ളത് 4 തവണയാണ് നമ്മുടെ സർക്കാർ ചെലവിൽ പോയിട്ടുള്ളത്. പക്ഷേ ഈ പോക്ക് ഇതിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നൊരു കാര്യമാണ്. ശരിക്കും വെറുതെ ഒരു അസുഖത്തിന് മാത്രമായിട്ടാണോ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയതെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ശരി, ഇതിനകത്തെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, കുമിഞ്ഞുകൂടിയ സമ്പത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്ന് ഇവിടെ ഒരു സംസാര ഭാഷ എന്നുണ്ടല്ലോ. അങ്ങനെ പറയുകയാണ് എന്ന് നമ്മുടെ സാർ ഉൾപ്പെടെ, അതായത് ക്രൈം നന്ദകുമാർ സാർ ഉൾപ്പെടെ അങ്ങനെയുള്ള തെളിവുകൾ പുറത്തു വിട്ടിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ സ്വയം വിമർശന പാർട്ടിയായ CPM-നകത്ത് ഒരു ഈർക്കില് പോലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു ജില്ലാ സമ്മേളനങ്ങൾ, എല്ലാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനം കഴിഞ്ഞല്ലോ. ഇനി അടുത്തതാ സംസ്ഥാന സമ്മേളനത്തിന് പോവുകയാണല്ലോ. ഏതെങ്കിലും ഒരു കുറ്റിച്ചൂല് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? അതിനുള്ള ധൈര്യം CPM-നുണ്ട്. എന്തുകൊണ്ട് ധൈര്യമില്ല? അടിമക്കമ്മികൾ. അപ്പൊ അടിമക്കമ്മികൾ ഉള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള അടിമക്കമ്മികൾ പോലും നിശബ്ദം സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കെന്താ നമ്മുടെ പണമാണ് ചേട്ടാ. നമ്മുടെ പണമല്ല. അത് അവര് കൊണ്ട് അവിടെ ഷെയർ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇതും പറഞ്ഞു പോകുമ്പോ 2018 തന്നെ ചേട്ടാ, ഞാൻ നിസാരമായിട്ട് പറയാം, 2018 ആദ്യമായിട്ട് അദ്ദേഹം പോകുമ്പോൾ ഭാര്യ കമല ഉണ്ടായിരുന്നു കൂടെ, പേഴ്സണൽ സ്റ്റാഫ് സുനീഷ് ഉണ്ടായിരുന്നു കൂടെ. അന്ന് ദുബായ് വഴിയാണ് അദ്ദേഹം മടങ്ങി വന്നത്.
ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഞാനിതിനെ അനുകൂലിച്ച് പറയുന്നതല്ല, ഞാനിതിന്റെ ഒരു നിജസ്ഥിതി പറയുന്നതാണ്. അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കാം, എന്റെ കയ്യിൽ കാശുണ്ട്, ഞാനിവിടെ കേരളത്തിലെ എന്റെ കയ്യിലെ കാശ്, അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി അല്ല, ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന പ്രിവിലേജ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാനൊരു മുഖ്യമന്ത്രി, ഞാൻ 45 പോലീസുകാരെയും കൊണ്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി, എനിക്കിങ്ങനെ പ്രിവിലേജുകളുണ്ട്, എനിക്ക് തൊഴുത്തിൽ AC വയ്ക്കാം, കയറിപ്പോവാൻ ലിഫ്റ്റ് വയ്ക്കാം, എനിക്ക് വേറെ എന്തൊക്കെ ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്. ഇതിപ്പോ നാട്ടുകാരോട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ എന്നെ മുഖ്യമന്ത്രിയാക്കിയത്, എനിക്കിപ്പോ ഇതൊന്നും ചെയ്യാൻ കുത്തുന്ന പോലെയാണ് ചേട്ടാ. അല്ല, നിങ്ങൾക്ക് പ്രിവിലേജ്, നിങ്ങൾ തന്ന മുഖ്യമന്ത്രി കസേര, ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ എന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചുകൂടാ? ഈ പ്രിവിലേജിന്റെ പുറത്ത് ഇത്രയും ഈ 4 തവണ അമേരിക്കയിൽ പോയി വരുന്നുണ്ടെങ്കിൽ അത് അവിടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനത് പറയുന്ന അദ്ദേഹത്തെ അനുകൂലിച്ചൊന്നുമല്ല. ബഹുമാനപ്പെട്ട കരുണാകരൻ എന്നുള്ളൊരു പഴയ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഒരു വലിയ അപകടം പറ്റി. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വെച്ചൊരു വലിയ അപകടം പറ്റി. അദ്ദേഹം മരിച്ചില്ല എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ ചികിത്സയ്ക്ക് വിദേശത്ത് കൊണ്ടുപോയപ്പോൾ അന്നത്തെ ഇവിടുത്തെ DYFIക്കാരും അന്നത്തെ ഇവിടുത്തെ ഈ പറയുന്ന മഹാനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്ന് പാർട്ടിയിലുള്ളത് തന്നെ, അവരുൾപ്പെടെ ഉള്ളവർ എന്ത് പറഞ്ഞു എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതെ, അന്ന് കരുണാകരന് വേണ്ടിയിട്ട് നീന്തൽക്കുളം ഉണ്ടാക്കിയപ്പോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതില് നമ്മുടെ നായ നീന്തുന്നു പറഞ്ഞു. ഇപ്പൊ അവിടെ ആരാണ് നീന്തുന്നതെന്നുള്ളതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇനി അതിന്റെ പേരിൽ അടുത്ത കേസ് വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പറയാൻ താല്പര്യമില്ല. എന്തായാലും ഈ പറയുന്ന പോലെ ചേട്ടൻ പുള്ളിയുടെ പ്രിവിലേജ് അനുസരിച്ച് പുള്ളി പോയി എന്ന് പറയുകയാണെങ്കിൽ 29 ലക്ഷം രൂപയാണ് അന്നത്തെ സമയത്ത്. ആദ്യത്തെ യാത്രയ്ക്ക് മാത്രം എഴുതിയെടുത്തത് 29 ലക്ഷം രൂപയാണ് കണക്കിൽപ്പെടുന്നത്. അപ്പൊ അതിലല്ലാണ്ട് എത്ര വന്ന് കാണും? പിന്നെ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയ ഒരാളുടെ ഫോട്ടോ ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോ അമേരിക്കയിലേക്ക് അവശനായി ചികിത്സയ്ക്ക് പോയതാണ്. മുഖ്യമന്ത്രിയുടെ ജീവൻ എന്തുകൊണ്ടും വില കൽപ്പിക്കേണ്ടത് തന്നെയാണ്, ജീവൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പൊ അദ്ദേഹം പോട്ടെ, ചികിത്സിക്കട്ടെ. പക്ഷെ ഈ കാണുന്ന ഫോട്ടോയിൽ ഈ ഫോട്ടോയില് അവിടെ പോയിട്ട്, ഇത് 2018 ഫോട്ടോയാണെന്ന് എനിക്ക് തോന്നുന്നു, 2018 ആണോ 2022 ഫോട്ടോയാണത്. ഇവിടെ പോയിട്ട് അവിടെ വിരുന്നുണ്ടെന്നൊരു ഫോട്ടോയാണത്. അവിടെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഇപ്പോഴത്തെ ഇത്രയും അവശതയൊന്നും അന്ന് അദ്ദേഹത്തിന് ഇല്ല. ഈ വിരുന്ന് കഴിക്കുമ്പോൾ ആരോ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ കമലച്ചേട്ടത്തി നോക്കുന്നത് അത്ര നല്ല ഇതിലല്ല. ആരാടാ ഫോട്ടോ എടുക്കുന്നതെന്നൊരു ലുക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതെ, എന്തായാലും ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അല്ല, അത് ഐശ്വര്യ കേട്ടില്ല. കമലച്ചേച്ചി നോക്കി വിരട്ടി എന്ന് പറഞ്ഞില്ല. അപ്പൊ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം. ഉറപ്പായിട്ടും ഇപ്പൊ എല്ലാരെയും ഇവിടുത്തെ കേരള അങ്ങനെ ആയിരിക്കണമായിരുന്നു. ക്യാമറയിലപ്പോ തല്ലിപ്പൊടിച്ച് കളഞ്ഞ ആള്. അവിടെ ആയതുകൊണ്ട് പിടിച്ചു നിന്നതാ പറ്റിയ. എന്തായാലും പിണറായി പക്ഷെ ഫോട്ടോ എടുക്കണ കണ്ടിട്ടില്ല. ആള് ഈ ഫോട്ടോയ്ക്കകത്ത് ഇതിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. ഭക്ഷണത്തിൽ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ കമലച്ചേട്ടത്തി അവിടെ നോക്കുന്നുണ്ട്, ആരാടാ ഫോട്ടോ എടുക്കുന്നതെന്ന് നോക്കുന്നുണ്ട്. എന്തായാലും കഷ്ടകാലത്തിന് ആ ഫോട്ടോ പുറത്ത് വന്നു. നമ്മുടെ പത്രത്തിൽ ഉൾപ്പെടെ അച്ചടിച്ച് വരികയും ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോസ്. കത്തിയും സ്പൂണൊക്കെ വെച്ചിട്ടേ കഴിയുള്ളൂ. അത് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടക്കണ്ട തിന്നണമല്ലോ ചേട്ടാ. ഈ പുറമെ പറയുമ്പോഴാണ് അമേരിക്ക ബൂർഷ്വാ രാജ്യവും അല്ലാത്ത രാജ്യവും. അതെ, കട്ടൻ ചായയും പരിപ്പൂടെ അത് ആത്മഹത്യക്ക് കൊടുക്കാം. കട്ടൻ ചായയും കഴിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഉള്ളത് പിസയും ബർഗറും അല്ലാണ്ട് ഈ വലുപ്പത്തിലുള്ള മീന്, വറുത്ത മീനുണ്ടെങ്കിൽ ചോറിറങ്ങുള്ളൂ. ഇത് പണ്ട് പാണ്ഡ്യാല ഷാജി സാറ് പറഞ്ഞിട്ടുണ്ടൊരു കഥ. ആ സമയത്ത് കഴിക്കാനൊന്നും ഇല്ലാത്തൊരു സമയത്ത് പാണ്ഡ്യാല ഷാജി സാറിന്റെ അവരുടെ വീട്ടില് അവരുടെ വല്യമ്മയോ അമ്മയോ ആരോ ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കും. അപ്പൊ പിണറായി വിജയനും കൊടുക്കും. പക്ഷെ വലിയ എന്തോ മീൻതല കിട്ടിയില്ലെന്നോ മീനിന്റെ കഷ്ണം വലുത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആർക്കോ കൊടുത്തു. അതിൽ മണ്ണ് വാരി ഇട്ടിട്ടുണ്ടെന്നൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ എത്ര സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയാം. ഷാജി സാറ് പറയുന്നത് വിശ്വസിക്കാം. അദ്ദേഹം അത്രയും ഇതായിട്ടുള്ള പഴയ ഓർമ്മകൾ പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്തുള്ള ആളല്ലേ, പിണറായി പോലെ ഒരു ഗ്രാമത്തിലുള്ള ആളല്ലേ. എന്നാലും ഷാജി സാറ് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ അങ്ങനെ ഒരാളാണ് എന്നും കൂടി ഓർക്കണം. കട്ടൻചായയും പരിപ്പോടെ അന്നും ഇഷ്ടമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അന്നും ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പൊ എന്തായാലും മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുന്നതും എല്ലാത്തതും ഒക്കെ നമ്മുടെ പിണറായി വിജയന്റെ, അല്ലെങ്കിൽ ഇവിടെ ആർക്കും കുഴപ്പമില്ലെങ്കിൽ നമുക്കും കുഴപ്പമില്ല, ആരെ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. പക്ഷെ ഇങ്ങനെ ഇവിടെ വിരുന്നുണ്ണാൻ പോകുന്ന ഒരു പോക്ക് പോകുമ്പോൾ
നമുക്ക് അറിയേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ അസുഖം എന്നുള്ളത് അദ്ദേഹം ഇനിയെങ്കിലും നമ്മളോട് പറയാൻ തയ്യാറാകണം. അല്ല, അദ്ദേഹം പറയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം വരട്ടെ, അസുഖം പ്രൈവറ്റ് ആയിരിക്കാം, നമ്മളുടെ പ്രൈവസിയാണത്, അത് പറയണമെന്നില്ല. ഇപ്പം എനിക്കൊരു അസുഖം വന്നു, ഞാൻ എല്ലാവരോടും പറയണമെന്നില്ല. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് പറയണമെന്നുമില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു അസുഖം വരുന്നു, മുഖ്യമന്ത്രി അതിൽ നിന്ന് ചികിത്സിക്കുന്നത് നമ്മളുടെ നികുതി പണം എടുത്തിട്ടാണ്, നമ്മളുടെ ക്യാഷ് കൊണ്ടാണ് യാത്ര നടത്തുന്നത്. ആ യാത്രയുടെ ഒപ്പം മകളെയും കൊച്ചുമകനെയും ഭാര്യനെയും എല്ലാവരെയും കൊണ്ടൊരു ഉല്ലാസയാത്ര പോലെയാണ് പോകുന്നത്. അങ്ങോട്ട് മാത്രമല്ല ചേട്ടാ പോകുന്നത്, ദുബായ് വഴി ചുറ്റിക്കറങ്ങി മകനെയും കൂടി കണ്ടിട്ടാ തിരിച്ചിവിടെ വരുന്നത്. ഓക്കെ ചേട്ടൻ പറയൂ. അപ്പൊ ദുബായ് വഴി ചുറ്റിക്കറങ്ങി മകനെയും കൂടി കണ്ടിട്ട് ഒരു ഉല്ലാസയാത്ര പോലെ തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോകുന്ന ഒരു പോക്കിന് നമ്മുടെ കാശ് കൊടുത്തിട്ട് പോകുമ്പോൾ ഇതെന്താണ് ഇത്ര വലിയ അസുഖം എന്നുള്ളത് ഇനിയെങ്കിലും നമ്മളോട് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. പിന്നെ ഈ ഓരോ യാത്രകളിലും എവിടെയൊക്കെ ആരെയൊക്കെ കണ്ടു എന്നുള്ളതും, അല്ലെങ്കിൽ എന്തായിരുന്നു ഈ യാത്രാ ഉദ്ദേശം, ഇപ്പോൾ നമ്മുടെ സാറൊക്കെ പറയുന്നത് പോലെ, പലരും ആരോപിക്കുന്നത് പോലെ വെറും അസുഖം മാത്രമല്ല അവിടുത്തെ നിക്ഷേപങ്ങളാണോ കാര്യം എന്നുണ്ടെങ്കിൽ ആ നിക്ഷേപത്തിനായിട്ട് ഇനിയും ഖജനാവിൽ കൈയിട്ട് വാരരുത്. അതായത് ഞാൻ ഇനി പറയട്ടെ. പറയൂ. അതായത് സ്വന്തം പാർട്ടിയിലെ ഒരു വേള അദ്ദേഹത്തിൻ്റെ അനുജനാണ് എന്ന് പോലും അദ്ദേഹം പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടിട്ട് അദ്ദേഹം തിരുവനന്തപുരം പോലെ ഒരു, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, സഖാവ് കോടിയേരി മന്ത്രിയായിരിക്കുമ്പോൾ മുതൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ വരെയൊക്കെ അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊക്കെ പോകാനും ഒക്കെയുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു നേതാവാണ്. ഈ പറയുന്ന കോടിയേരിയുടെ മരണത്തിൽ അദ്ദേഹം ജീവിതത്തിൻ്റെ എത്രയെങ്കിലും നാൾ ചെലവഴിച്ച തിരുവനന്തപുരം പോലൊരു സ്ഥലത്തെ AKG സെൻറ്ററിൽ പോലും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം, അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം അതൊന്ന് അവിടെ വെക്കാൻ പോലും സമയമില്ലാതെ നേരത്തെ കൊണ്ടുപോയി, അതായത് എങ്ങനെയെങ്കിലും ഈ കർമ്മങ്ങൾ കഴിക്കപ്പെടണം, എന്നിട്ട് കഴിച്ചിട്ട് എനിക്കും മക്കൾക്കും പറക്കണം എന്ന് കരുതിയ അദ്ദേഹം വിമാനത്തിൽ അദ്ദേഹത്തെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു വേള നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു പ്രമുഖ വ്യക്തി, ഞാൻ ഇനിയും ആ പേര് പറയുമ്പോൾ ആ പാവം മനുഷ്യനെ വല്ലാതെ വേട്ടയാടപ്പെടും, അതുകൊണ്ടാണ് പറയാത്തത്. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ ഇദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ ഒരു അഭിമുഖം എടുത്ത പത്രത്തിലെ ആൾ ചോദിച്ചു, സാർ നിങ്ങൾക്ക് ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടില്ലേ? എനിക്ക് വിഷമങ്ങളേ ഇല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിഷമങ്ങളേ ഇല്ല, ഞാൻ അങ്ങനെ ഒരു വിഷമത്തെയും കാര്യമായി എടുക്കില്ല. ഒരു മനുഷ്യനായാൽ അവന് മനസ്സ് കാണും, മനസ്സുണ്ടെങ്കിൽ അവൻ വിഷമിക്കും. സഹപ്രവർത്തകൻ്റെ വിഷമം തൻ്റെ വിഷമമായി കാണുന്ന നിരവധി നല്ല സുഹൃത്തുക്കളുള്ള ഈ ലോകത്ത് എനിക്ക് വിഷമമില്ല, എനിക്ക് വിഷമം ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ ഒന്നിലും വിഷമിക്കുന്ന ആളല്ല എന്ന് ആ പത്രപ്രവർത്തകനോട് പറഞ്ഞ ബഹുമാനപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇനി ഈ സംസാരം നമുക്ക് എത്രയും പെട്ടെന്ന് അവസാനിക്കും. എന്തായാലും ഈ വിഷമമില്ല എന്ന് പറയുന്നിടത്ത് വിഷമം വന്നത് നമ്മൾ ഇടക്കൊക്കെ കണ്ടു. മകളെ തൊട്ടപ്പോൾ വിഷമം വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കൈകൾ ശുദ്ധമാണ്, പക്ഷെ മകളെ വീട്ടിലിരിക്കുന്നവരെ തെറി പറയരുത്. അതെ, വീട്ടിലിരിക്കുന്ന തെറി പറഞ്ഞു കഴിഞ്ഞാൽ മകളെ തൊട്ടാൽ, പ്രത്യേകിച്ച് മകളെ, ആളുകൾക്കിടയിലൂടെ നടന്നുപോയ ഒരു പാരമ്പര്യമുണ്ട്. പഴയ വിജയനായിരുന്നെങ്കിൽ ചോദിച്ചേനെ, പുതിയ വിജയൻ ഇങ്ങനെ ആയിപ്പോയി. അതെ, ഈ ആളുകൾക്കിടയിലൂടെ തലകുമ്പിട്ട് മറ്റേ ബാർബറുടെ മുമ്പിലിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ആക്ഷൻ സിനിമകളുടെ ആരാധകനാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ ഒരു പടപ്പാട്ട് അവിടെ പിള്ളേർ പാടിയല്ലോ, പിള്ളേരല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ, നമ്മുടെ മാഡം, നമ്മൾ അറിയുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. എനിക്ക് പേഴ്സണലി ഒക്കെ അറിയുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരെ, ഉയർന്ന പോസ്റ്റിലുള്ളവരൊക്കെ കഴിഞ്ഞിടയ്ക്ക് വന്നപ്പോൾ ആ പാട്ടിന്റെ അകമ്പടിയിൽ അദ്ദേഹം നടന്നു വന്ന രംഗം നമുക്ക് രജനീകാന്ത് നടന്നു വരുന്ന പോലെ അദ്ദേഹം അപ്പോൾ ഇമാജിൻ ചെയ്യുകയായിരുന്നു, താനിതാ 70 mm സ്ക്രീനിൽ നടന്നു വരുന്നു എന്ന്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഇതെല്ലാം ആര് വിമർശിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ സുഖമെന്നറിയോ? കെ സുധാകരൻ വിമർശിക്കും. കെ സുധാകരൻ എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിമർശകൻ, കോൺഗ്രസ് നേതാവ്, വളരെ ജെന്യൂനായൊരു നേതാവ്, അദ്ദേഹം വിമർശിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ വിമർശനത്തിന് കേൾക്കാൻ ഒരു വല്ലാത്ത സുഖമാണ്. ഇദ്ദേഹത്തിനെ പറയുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്കൊരു വല്ലാത്ത രസമാണ്. അതായത് ഇതിൽ നമുക്ക് കെ സുധാകരൻ പറഞ്ഞത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ അതിരൂക്ഷമാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇങ്ങനെ നിലവിലുണ്ട്, അദ്ദേഹം അങ്ങനെ ചികിത്സയ്ക്ക് പോകുന്നുണ്ട്, അത് ഏറ്റവും വലിയൊരു ആശുപത്രിയിലാണ് പോകുന്നത്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. വിമർശിക്കുന്നത് അമേരിക്കയെ, ചികിത്സ തേടി പോകുന്നത് അമേരിക്കയിലേക്ക്. അപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്ന വഴി പണ്ട് ശ്രീനിവാസനൊക്കെ സിനിമയിൽ തമാശയ്ക്ക് പറയുന്നത് പോലെ ജനീവ വഴി ചുറ്റി, പിന്നെ വേറെ എവിടെയൊക്കെ വഴി ചുറ്റാനുണ്ടോ അവിടെയൊക്കെ ചുറ്റി ഒരു ഓട്ടപ്രദർശനം. നമ്മൾ ഇവിടുന്ന് കോട്ടയത്ത് പോകുന്ന പോലെ, കോട്ടയത്ത് നിന്ന് എറണാകുളം പോകുന്നത് പോലെ സർക്കാർ ചെലവിൽ അമേരിക്ക, ജനീവ, ന്യൂയോർക്ക്, പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി. എന്തിനാണ് ഈ പോക്ക്? മകൻ അവിടെയുണ്ട്, ഹായ് മകനെ,
ഞാൻ വന്നട എന്ന് പറഞ്ഞിട്ട് മോനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചിട്ട് അദ്ദേഹം ഇങ്ങ് വരുന്നു. അതിനാണ് നമ്മുടെ നികുതി പണം. അത്രയേ ഉള്ളൂ. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തീരുമാനമെടുക്കേണ്ടതാണ്. അദ്ദേഹം പക്ഷേ ഇപ്പോഴും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വേള ഇനിയിപ്പോൾ സമ്മതിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്ന പോലെയൊന്നുമല്ല, ഇത് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ചർച്ചയാണ്. കാര്യം ഇദ്ദേഹത്തെ കൊണ്ടുള്ള തലവേദന സഹിക്കാൻ വയ്യ. ഈ തലവേദന ഒഴിവാക്കി വിടാൻ നിങ്ങൾക്ക് സുഖമില്ലല്ലോ, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഒഴിഞ്ഞുതാ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ.